സുഹൃത്തുക്കളെ, ഇന്നലെ സൗദി അറേബ്യയിൽ ഒരുപാട് ഹൃദയഭേദകമായ ഒരു അപകടം നടന്നു. ഒരു രാജ്യത്തെ മുഴുവനായി നടുക്കുന്ന തരത്തിലുള്ള സംഭവം. എന്ത് സംഭവിച്ചു, അത് എങ്ങനെ സംഭവിച്ചു, ഇന്നുവരെ നമുക്ക് അറിയാവുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപകടത്തിന്റെ ആഘാതം ഇതാണ് ഏറ്റവും ദുഃഖകരമായ ഭാഗം. ബസ്സിലുള്ള 46 പേരിൽ 45 പേരും സ്ഥലത്തുവച്ചുതന്നെ മരിച്ചു. ഒരാൾ മാത്രം ജീവനോടെ രക്ഷപ്പെട്ടു. അതിജീവിച്ച ഒരേയൊരു യാത്രക്കാരൻ ജീവിച്ചിരിക്കുന്നത് അബ്ദുൾ ഷൊയബ് മുഹമ്മദ് എന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ജാലകം തകർത്തു. പുറത്തേക്ക് ചാടിപ്പോയി. അദ്ദേഹത്തെ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവരാരായിരുന്നു? യാത്രക്കാരിൽ പലരും കുടുംബങ്ങൾ, സ്ത്രീകൾ, വയോധികർ, കൂടുതലും തെലങ്കാനയിൽ നിന്നുള്ളവർ. ദൈവവിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ഉംറയ്ക്ക് പോയവർ. പക്ഷേ വീട്ടിലേക്ക് തിരികെ വരാനായില്ല. അധികാരികൾ എന്താണ് ചെയ്യുന്നത്? സൗദിയിലെ ഇന്ത്യൻ എംബസി എമർജൻസി ഹെൽപ്പ് ലൈൻ ആരംഭിച്ചു. തെലങ്കാന സർക്കാർ ഓരോ മരിച്ചവരുടെ കുടുംബത്തിനും 5 ലക്ഷം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികളും പുരോഗമിക്കുന്നു. നമുക്ക് എന്താണ് പഠിക്കാനാകുന്നത്? തീർത്ഥയാത്രാ വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധന കൂടുതൽ കർശനമാക്കണം. എമർജൻസി എക്സിറ്റുകളും ഫെയർ സേഫ്റ്റി സംവിധാനങ്ങളും നിർബന്ധമാക്കണം. പ്രധാനമായി ജീവിതം എത്ര നിസ്സാരമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.